ഈ രാവിലെ ഇത് എങ്ങോട്ടാ? ഞാനെന്നാ അമ്പലം വരെ പോയിട്ട് വരാം. അമ്പലത്തിലോ? ഇന്നലെ അമ്പലത്തിലല്ലേ പോയേ? അതെ, അതെന്താ ഇന്നലെ പോയാ ഇന്ന് പോവാൻ പാടില്ലെന്നുണ്ടോ? ഏയ് ഇല്ല, സാധാരണ അത് പതിവില്ലല്ലോ, അതുകൊണ്ടൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. മീനുട്ടി, നീ ഇനി പതിവില്ലാത്ത പലതും ഇവിടെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ നീ തളരരുത്, ഓക്കേ? ഹരിയേട്ടാ, തലക്കെന്തെങ്കിലും പ്രശ്നം? മീനുട്ടി, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നീ ശ്രദ്ധിച്ച് കേൾക്കണം. കണ്ണനും ഉണ്ണിക്കുട്ടനും ഒക്കെ വളർന്നു വരിക. നീ അവരെ പൊന്നു പോലെ നോക്കണം. ഞാനില്ലാത്തൊരു കുറവ് അവർക്ക് നീ വരുത്തരുത്. പിന്നെ ഏട്ടത്തെയും ഏട്ടനെയും പിന്നെ മോനൂട്ടനെയും അവനെയും നീ നന്നായിട്ട് നോക്കണം, കേട്ടല്ലോ? ശരിക്കും നിങ്ങൾ അമ്പലത്തിലാണോ അതോ സന്യസിക്കാനാണോ പോകുന്നേ? സന്യസിക്കാനോ? ഞാനോ? അതും എന്റെ മീനൂട്ടി ഇവിടെ ഉള്ളപ്പോഴോ? അത്രയ്ക്കൊന്നും ഞാൻ വളർന്നിട്ടില്ല. പിന്നെന്താ ഒരു വശപ്പശക്? എന്ത് വശപ്പശക്? അങ്ങനെയൊന്നുമില്ല. ഇന്ന് നിന്നാ ഞാൻ വൈകും. എന്നാ ഞാൻ പോട്ടെ. വലിയനോട് പറഞ്ഞേക്കണേ. ഇവനത് എവിടേക്കാ വാണം വിട്ട പോലെ പോകുന്നേ? ഇങ്ങനെ നോക്കണ്ട വലിയേട്ടാ, അമ്പലത്തിലോട്ട് ആശാന്റെ പോക്ക്. അമ്പലത്തിലേക്കോ? അല്ല, അതിന് ഇന്നലെയല്ലേ അമ്പലത്തിലോട്ട് പോയത്? ആ, ഞാനത് രാവിലെ ചോദിച്ചതാ. പക്ഷേ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. ഇനിയെങ്ങാനും ഭക്തി കൂടി നന്നാവാൻ തീരുമാനിച്ചു കാണോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല എന്റെ മീനുട്ടി. അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ എന്റെ തന്ത ഇനി ഒന്നേന്ന് ജനിക്കണം. അല്ല മീനുട്ടി, എന്റെ അനിയനായോണ്ട് ചോദിക്കുകയല്ല. അവൻ ശരിക്കും അമ്പലത്തിലോട്ടാണോ പോയത്? അതെന്താ വലിയേട്ടാ അങ്ങനെ ഒരു ചോദ്യം? അല്ല, സാധാരണ വായി നോക്കാൻ പോലും അമ്പലത്തിൽ കാലെടുത്ത് കുത്താത്തവൻ ഇപ്പൊ അടുപ്പിച്ച് 2 ദിവസം അമ്പലത്തിൽ പോങ്കി അവിടെ എന്തോ ഒരു വശപ്പശകില്ലേ? എന്റെ മഹാദേവ! എന്താ മോളെ? ഓ, വലിയേട്ടനെ അല്ല, ഞാൻ ദൈവത്തിനെ വിളിച്ചതാ. എന്താ ഈ രാവിലെ ചേട്ടനും അനിയത്തിയും കൂടെ ഒരു ബഹളം? ആ പാറുവേ, നീ ഇവിടെ നടക്കുന്ന കാര്യം വല്ലതും അറിയുന്നുണ്ടോ? അല്ല ദേവേട്ടാ, അതിനും മാത്രം എന്ത് കാര്യം ഇവിടെ നടന്നേ? ഇവിടെ ഒരാള് രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ടാണെന്നും പറഞ്ഞു പോയിട്ടുണ്ട്. ആര്? ഹരിയോ? ആ, അവൻ തന്നെ, അല്ലാണ്ട് വേറെ ആര്? ഓ, അതാണോ കാര്യം? അവൻ എന്റെ അടുത്ത് രാവിലെ വന്ന് പറഞ്ഞായിരുന്നു അമ്പലത്തിലോട്ട് പോവെന്നുള്ള കാര്യം. അല്ല ഏട്ടത്തി, ഏട്ടത്തിക്ക് എന്താ തോന്നുന്നേ? ഹരിയേട്ട ശരിക്കും അമ്പലത്തിലോട്ടാണോ പോയത്? മീനുട്ടിയെ, നിനക്കിത് എന്താ പറ്റേ? അവൻ അമ്പലത്തിലോട്ടല്ലാണ്ട് വേറെ എവിടേക്ക് പോവാൻ? വല്യേട്ടൻ പറയുമായിരുന്നേ, വല്യേട്ടന്റെ അനിയനായതുകൊണ്ട് പറയുമല്ല, അവൻ ശരിക്കും അമ്പലത്തിലോട്ടാണോ പോയെന്നൊരു സംശയമെന്ന്. മോളെ മീനു, ആ പോയതേ നിന്റെ വല്യേട്ടനല്ല, ഹരിയാ. നിന്റെ വല്യേട്ടൻ ചെയ്തതുപോലെ ഹരി ചെയ്യൂലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അല്ല ഏട്ടത്തി എന്താ പറയുന്നേ? വല്യേട്ടൻ എന്ത് ചെയ്തുന്നാ? മോളെ മീനു, ഈ ദേവേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നതൊന്നും നോക്കണ്ട. നിനക്കൊരു കാര്യം അറിയോ? പാറു, ഇതൊക്കെയാണോ കുഞ്ഞി പിള്ളേരുടെ അടുത്ത് പറയുന്നത്?
ദേവേട്ടാ, ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയൂല. മോളെ മീനു, എന്റെയും ദേവേട്ടന്റെയും കല്യാണം ഉറപ്പിച്ച സമയത്ത് എന്റെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി ഇവിടുത്തെ അമ്മയുടെ അടുത്ത് അമ്പലത്തിൽ പോവാണെന്നും പറഞ്ഞ് ഈ ദേവേട്ടൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ നിനക്കിത് കാര്യം അറിയോ? ശരിക്കും പറഞ്ഞ ഇതെന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. ഞങ്ങളുടെ രണ്ടുപേരെയും കല്യാണത്തിന് മോനുടനെ എന്റെ വയറ്റിൽ 2 മാസമായിരുന്നു. വല്യേട്ടാ, ഈസി ട്രൂത്ത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, നീ പേടിക്കണ്ട, ഹരി അമ്പലത്തിലോട്ടായിരിക്കും പോയത്. ഹരി കൊച്ചിച്ച, കുക്കുവേ, നീയോ? എന്റെ മഹാദേവ, ഇത്ര പെട്ടെന്ന് നീ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെന്താ പതിവില്ലാതെ അമ്പലനടയിലൊക്കെ? നന്നാവാൻ വല്ലതും തീരുമാനിച്ചോ? കുക്കുമോളെ, മോളിങ്ങോട്ടൊന്ന് വന്നേ. അതെ കുക്കു, ഈ കൊച്ചിന് നീ ഒരു സഹായം ചെയ്യണം. സഹായോ? എന്ത് സഹായം? അതെ, നിനക്ക് എവിടെന്നെങ്കിലും 2 പൂച്ചക്കുട്ടികളെ ഒപ്പിക്കാൻ പറ്റുമോ? ഒരു ആൺപൂച്ചയും ഒരു പെൺപൂച്ചയും. പൂച്ചക്കുട്ടികളോ? കൊച്ചിനെന്തിനാ ഇപ്പൊ പൂച്ചക്കുട്ടികള്? അവിടെ ഒരു പൂച്ച ഉള്ളതല്ലേ? ആ, അത് കുക്കുവേ, നീ അറിഞ്ഞില്ലേ? അവിടെയുള്ള പൂച്ചേനെ കാണാനില്ല. നിന്റെ പാറു വലിയമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അപ്പൊ ഒന്നിന് പകരം 2 കൊണ്ടു കൊടുക്കാനാ. എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ചു താടി. പൂച്ചക്കുട്ടിയൊക്കെ ഞാൻ സെറ്റാക്കി തരാം. പക്ഷേ എനിക്കെന്ത് കിട്ടും? ഒരു നാരങ്ങ വെള്ളവും മീറ്ററോളും പോരെ? മതി, എനിക്കത് മതി. എന്നാ പിന്നെ വന്നോ, ഞാൻ കാണിച്ചു തരാം പൂച്ചക്കുട്ടികളെ. എന്റെ പൊന്നു കുക്കുവേ, നീ ഇത് എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നേ? എന്റെ പൊന്നു കൊച്ചിന് പൂച്ചക്കുട്ടികൾ വേണമെങ്കിൽ വായ അടച്ച് മിണ്ട എന്റെ പുറകെ നടന്നു. എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഇതിനോട് ചോദിക്കാൻ തോന്നിയത്? വല്ല പാമ്പോ പെരിച്ചാഴിയോ വന്ന് കൊത്തിക്കഴിഞ്ഞാൽ തീർന്നു. ആ കൊച്ചിച്ച, സ്ഥലം എത്തി. എവിടെ? ഈ പറമ്പിലോ? ഓ അല്ല, ദേ അങ്ങോട്ട് നോക്കി, ആ വീട് കണ്ടോ? അത് കൊക്കമ്മച്ചിയുടെ വീടല്ലേ? അവിടെ എന്തിനാ നമ്മളിപ്പോ വന്നേ? ആ, പുള്ളിക്കാരി മരിച്ചിട്ട് 4-5 വർഷമായില്ലേ. പിന്നെ ഇപ്പൊ അവിടെ അങ്ങനെ ആരും ഒന്നും വൃത്തിയാക്കാറൊന്നുമില്ല. ആ വീടിന്റെ പുറകിലായിട്ട് ഒരു വിറക് പോരയുണ്ട്. അവിടെ 5 പൂച്ചക്കുഴലുണ്ട്. കൊച്ചിന് എത്രയാന്ന് വെച്ചാ പോയെടുത്തോ. അല്ല, അവിടെ ഇപ്പൊ പോയി കേറിയാ ആരും കാണില്ലേ? ഓ എന്റെ മരം മണ്ടം കൊച്ചിച്ച, ആരും കാണാതിരിക്കാൻ വേണ്ടിയില്ലേ ഞാൻ ഈ പറമ്പ് വഴി നിങ്ങളെ കൊണ്ടുവന്നത്. രണ്ടെണ്ണം വേണമെന്നല്ലേ പറഞ്ഞത്? പോയി 2 എടുത്തിട്ട് പെട്ടെന്ന് വാ. നീ ഇവിടെ വാകുക്കൂ, ഞാൻ ഒറ്റയ്ക്ക് പോയാ ശരിയാവില്ല. ഒരു കാര്യം ചെയ്, കൊച്ചിനെ ഇവിടെ നിൽക്കി, ഞാൻ പോയി കുഞ്ഞമ്മേനെയും വല്യച്ഛനെയും വലിയമ്മ എല്ലാരെയും വിളിച്ചോണ്ടരാം. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി എടുക്കാം. ഓ, അതല്ല എന്റെ കുക്കുവേ, എനിക്ക് വേണ്ടത് ഒരു ആൺപൂച്ചയും ഒരു പെൺപൂച്ചയാണ്. അത് നോക്കിയെടുക്കാൻ ഞാൻ നിന്നെ പോലെ എക്സ്പേർട്ട് അല്ല. അതുകൊണ്ട് നീ ഒന്ന് നോക്കിയെടുത്ത് തരണം. ഓ അതായിരുന്നോ? എന്നാ പിന്നെ ആദ്യമേ അതങ്ങ് പറയണ്ടേ. ഒരു കാര്യം ചെയ്, കൊച്ചിന് ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ദേ പറഞ്ഞതുപോലെ 2 എടുത്തിട്ടുണ്ട്. പിന്നെ മീറ്ററോളം നാരങ്ങ വെള്ളവും, അത് മറക്കണ്ട.
മീനുട്ടിയേ, ഏട്ടത്തിയേ, മീനുട്ടി. ഓ, ഇങ്ങനെ കിടന്ന് കാറാതാടാ ഹരി. ഏട്ടൻ കടയിൽ പോയില്ലല്ലേ? എന്തായാലും നന്നായി. ഈ ഒരു സുനത്തിൽ ഏട്ടൻ ഇവിടെ സാക്ഷിയായിട്ട് നിൽക്കണം. അല്ല, എവിടെയാ എന്റെ മീനുട്ടി ഏട്ടത്തി? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഹരി. എന്താ എന്താ കാര്യം? ഏട്ടത്തി, മീനുട്ടി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു സർപ്രൈസുമായിട്ടാ വന്നിരിക്കുന്നേ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നെന്ന് നോക്കി. പൂച്ചയായിരുന്നു. ഞാൻ വിചാരിച്ചു വേറെ എന്തോ സാധനമായിരിക്കുമെന്ന്. അതെന്താടി നിനക്കൊരു പുച്ഛം? ഏട്ടത്തി പറ, ഏട്ടത്തിക്ക് ഇഷ്ടായില്ലേ പൂച്ചേനെ? പൂച്ച ആർക്കാ ഇഷ്ടമല്ലാത്ത ഹരി? പക്ഷെ അതല്ലല്ലോ മോനെ ഇവിടത്തെ പ്രശ്നം. പ്രശ്നം? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല ഹരി. പക്ഷേ ഈ രണ്ട് പൂച്ചകൾ ഇവിടെ നിന്ന് വളർന്ന് അതെങ്ങാനും നിന്റെ വറുത്ത മീനെടുത്താ നീ ഇതുങ്ങളെ നേരം വെളുക്കുന്നതിന് മുമ്പേ ചാക്കി കെട്ടി മൃഗാശുപത്രി ഫ്രണ്ടിൽ കൊണ്ടിടും. അതിലും ഭേദം ഈ പൂച്ച ഇവിടെ വളർത്താതിരിക്കുന്നതല്ലേ. അത് പിന്നെ ഏട്ടത്തി, പണ്ടെങ്ങാണ്ട് ഒരു തെറ്റ് പറ്റിയെന്നും പറഞ്ഞ് ഇനി ആ തെറ്റ് ആവർത്തിക്കണമെന്നുണ്ടോ? ഏയ് ഇല്ല. പക്ഷേ സാധാരണ മനുഷ്യർക്ക് ഒരു പ്രാവശ്യം തെറ്റ് പറ്റാറുള്ളൂ. പക്ഷെ അത് ഹരിയേട്ടന്റെ കാര്യത്തില് എനിക്ക് ഒരു വിശ്വാസമില്ല. എന്റെ മീനൂട്ടിയെ, ഏട്ടത്തി, അതൊക്കെ ശരി തന്നെയാ. പണ്ടെങ്ങാണ്ടോ എന്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം. അതിന് പകരമായിട്ടാ, ഒന്നിന് പകരം രണ്ട് പൂച്ചകളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്തിനാ ഹരിയേട്ടാ? ഇനിയും വറുത്ത മീൻ എടുത്തെന്നും പറഞ്ഞ് ഇതിനെയും ചാക്കി കെട്ടി മൃഗാശുപത്രി ഫ്രണ്ടിൽ കൊണ്ടിടാനാണോ? ഓ, അതിനല്ല എന്റെ മീനൂട്ടിയെ. നമ്മൾ ഈ രണ്ട് പൂച്ചക്കുട്ടികളെയും, നമ്മളെ കണ്ണനെയും ഉണ്ണിക്കുട്ടനെയും എങ്ങനെ നോക്കുന്നോ അതുപോലെ നോക്കി വളർത്തി വലുതാക്കണം. എന്നിട്ട് ഇത് വളർന്ന് വലുതായി പരസ്പരം സ്നേഹിച്ച് ഇതുങ്ങളിൽ നിന്നും ഒരു കുട്ടികളുണ്ടായി അതിനെ എന്റെ കൈ കൊണ്ടെടുത്തിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. ഇതെന്താ നിങ്ങൾ മൂന്നെണ്ണം ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല ഹരിയേട്ടാ. അല്ല, ശരിക്കും നിങ്ങൾ ഇതിനെ വളർത്താൻ തന്നെ തീരുമാനിച്ചോ? പിന്നല്ലാതെ, വളർത്താനല്ലേ ഞാൻ ഇവിടെ ഇതിനെ കൊണ്ടുവന്നേ. പാറുവേ, മീനോട്ടിയെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വേ. അവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ആ ശരി ദേവേട്ടാ. പോകേണ്ടവരൊക്കെ പൊക്കോ, പക്ഷേ ഞാൻ ഇതിനെ ഇവിടെ തന്നെ വളർത്തും. ദേ, പറഞ്ഞത് കേട്ടല്ലോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് വളർന്ന് വലുതായി എനിക്ക് പിള്ളേരെ തന്നോണം. ഇല്ലെങ്കിലാണ് നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് ഇരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. പൂച്ച വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഹരിയേട്ടന്റെ മനസ്സിൽ മനുവിന്റെ തകർച്ചയും വളർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ മനുവേട്ടന്റെ വീട്ടിലെ പാലുകാച്ചിനും പോയി അവിടുന്ന് 3 പേർക്കുള്ള ഭക്ഷണവും കഴിച്ച് പാഴ്സലുമായിട്ടാ പുള്ളിക്കാരൻ വീട്ടിലോട് തിരിച്ചെത്തിയത്. സ്വന്തം മക്കളെ സ്നേഹിക്കുന്നേക്കാൾ ഏറെ നമ്മുടെ ഹരിയേട്ടൻ ആ 2 പൂച്ചകളെ സ്നേഹിച്ച് വളർത്തി വലുതാക്കി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
ഓ, എന്താവോ എന്തോ, ഒരബദ്ധം വരുത്തരുതേ. നന്നായിട്ടെല്ലാം നടക്കണേ. ഹരി, അതൊരു പൂച്ചയാണ് പ്രസവിക്കാൻ കിടക്കുന്നത്, അല്ലാണ്ട് നിന്റെ ഭാര്യയല്ല. ഓ, നിന്റെ വലിയേട്ടൻ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ഉള്ളിൽ ഒരുങ്ങുന്നത് അത് എനിക്ക് മാത്രമേ അറിയാവൂ. എന്റെ ദൈവമേ, ഒന്നും വരുത്തരുതേ. ദേവേട്ടാ, മീനോട്ടി ഇതുപോലൊരു അവസ്ഥയിൽ ലേബർ റൂമിൽ കിടന്നിട്ടും ഇവന്റെ മുഖത്ത് ഇത്രയും ടെൻഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓ, ഇവനിത് എവിടെ പോയി കിടക്കുന്നോ ആവോ. പാറുവേ, നീ ഒന്ന് അവനെ വിളിച്ചു നോക്കിയേ. ആ ദേവേട്ടാ. ഹലോ മോനെ ഹരി, നീ ഇതെവിടെയാ? മീനൂട്ടിക്ക് പെയിൻ വന്നു, അവളിപ്പോ ലേബർ റൂമിലാ. ആ ഏട്ടത്തി, ഞാൻ ദേ വന്നോണ്ടിരിക്കുക, പേടിക്കണ്ട. ചേട്ടാ, ഒരു ചായ, 3 പെറോട്ട, 1 പ്ലേറ്റ് ബീഫ്. എത്രയായി? 50 രൂപ. മീനോട്ടി, നോക്കടി നമ്മുടെ പിള്ളേരെ. നോക്കിയേ മീനോട്ടി, എന്ത് ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി കടന്നുപോയി. അങ്ങനെയിരിക്കെ ആ ദിവസം വന്നെത്തി. 7 മാസവും 7 ദിവസവും തികഞ്ഞ ആ ദിനം. ഹരിയേട്ടാ, ഈ പൂച്ചേനെ എടുത്തും കൊണ്ട് എങ്ങോട്ട് പോവാ? മീനൂട്ടി, 2 മണിക്കൂറത്തേക്ക് എന്നെ ആരും ശല്യം ചെയ്യരുത്. ഏട്ടനോടും ഏട്ടത്തിയോടും കൂടി പറഞ്ഞേക്ക്. ഇങ്ങേർക്കിതെന്ത് പറ്റി? മക്കളെ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും പാടുപെട്ടത്. കുറച്ചു നേരത്തേക്ക് ഈ അച്ഛന്റെ മടിയില് അനങ്ങാതിരിക്കണം കേട്ടോ. ഓ, ഒന്ന് അടങ്ങിയിരിക്കുക. എല്ലാം സെറ്റ്. ഇനി ആ മന്ത്രം അത് പറയണം.
ഏട്ടാ മനു, നിന്റെ കാലൻ വരുന്നടാ. അയ്യോ മോളെ ഓടല്ലേ, ആ തകിട് തന്നിട്ട് പോടി. അയ്യോ എന്റെ തകിട്. ഹരിയേട്ടാ, ഇത് എങ്ങോട്ടാ ഓടുന്നേ? അച്ഛാ, അയ്യോ ദേ, കിണറിലോട്ട് എടുത്ത് ചാടല്ലേ. നീ ഒന്നിനും ഇങ്ങോട്ട് വന്നേ. ആ തകിട് മാത്രം മതി എനിക്ക്. അത് കഴിഞ്ഞാ നീ എന്ത് വേണേലും ചെയ്തോ. ഒന്ന് പാടി ചക്കരെ പ്ലീസ്. അയ്യോ ചാടി ചാടി. അച്ഛാ, എന്താ അച്ഛാ, എന്താ പറ്റി? മോനെ മോനെ ഉണ്ണിക്കുട്ട, മോന്റെ കിങ്ങിണി പൂജ കിണറ്റിന്റെ അകത്ത് പോയടാ. അച്ഛൻ നോക്കിട്ട് കാണാൻ പറ്റുന്നില്ല. ഹോ, അത്രേ ഉള്ളൂ. അമ്മേ, അച്ഛാ, ഇവിടെ നിന്ന് നോക്കിയാ കിങ്ങിണി പൂജയെ കാണാൻ പറ്റില്ല. അച്ഛ അകത്ത് പോയല്ലോ. ഇനി നല്ലോണം നോക്ക് കേട്ടോ, അപ്പൊ കിട്ടും. അയ്യോ ഓടി വരണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ മീനൂട്ടിയേ, ദേവേട്ടോ. അയ്യോ ഹരിയേട്ടാ, ഏട്ടാ, ഏട്ടത്തി, ഒന്നിങ്ങ് വായോ. എന്നാ മോളെ, എന്താ പറ്റിയേ? ഏട്ടാ, ഏട്ടത്തി, ഹരിയേട്ടൻ കിണറ്റി വീണു. അയ്യോ ഞാനിപ്പോ ചാവേ. അയ്യോ ആരേലും എന്നെ രക്ഷിക്ക്. ഹരിയേ, നീ ഓവർ എക്സ്പ്രഷൻ ഇട്ട് കൊളാക്കണ്ട. നിന്റെ കഴുത്തറ്റം വരെ വെള്ളമുള്ളൂ, പേടിക്കണ്ട. നീ മുങ്ങി ചത്തൊന്നും പോവില്ല. വല്യേട്ടാ, ഇങ്ങനെ നിന്ന് കൗണ്ടർ അടിക്കാണ്ട് ആരെയും വിളിച്ചെന്നെ മേലോട്ടേക്ക് എടുക്കാൻ പറ. അയ്യോ എന്റെ എല്ലാം പോയി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് വിധവ പെൻഷൻ വാങ്ങേണ്ടി വരുമല്ലോ. ഇപ്പോഴടിക്ക് പൈസ കുറച്ചേ തരുള്ളൂ. മോനെ ഉണ്ണിക്കുട്ടാ, ഇതാ വല്യമ്മയുടെ ഫോണൊന്ന് പിടിക്ക്. മീനെ, നീ ഇങ്ങനെ കിടന്ന് കരയാതെ എപ്പോഴും കണ്ണനെ വിളിച്ചിട്ടോ. ആ, എനിക്ക് അങ്ങനെ ഒരു മോനുണ്ടല്ലേ. കണ്ണാ, കണ്ണാ. ഓ, ഇവൻ ചെവിയിൽ കുത്തിക്കേറ്റി വെച്ചോണ്ട് ഇരിപ്പുണ്ട്. ഡാ, വാതില് തുറക്കടാ. ഓ, ഈ നേരത്ത് ഈ അമ്മയ്ക്ക് ഇത് എന്താണ് എന്ത്? Everybody listen to some tumba. Everybody time to എന്താ അമ്മ, എന്താ പ്രശ്നം? ഓ, ഇവൻ കാതി കുത്തിക്കേറ്റിക്കൊണ്ടിരിക്കുന്നു. എടാ, നിന്റെ തന്ത കിണറ്റി ഇവന് ചാവാറായി കിടക്കുക. ഓക്കെ, സോ വാട്ട്? ഓ, ഏത് നേരത്താണോ എന്തോ. ഇങ്ങോട്ട് ഇറങ്ങി പാടാ. ഓ, ഈ അച്ഛന് വീഴാൻ കണ്ട ഒരു നേരം. മറ്റന്നാളെങ്ങാനും വീണാ പോരായിരുന്നോ? ഹരിയെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേടാ? ഹേ, കുഴപ്പമില്ല വലിയേട്ടാ. ഇവിടെ നല്ല സുഖല്ലേ. ഒന്ന് ആരെയും വിളിച്ചിട്ട് വാ വലിയേട്ടാ, പെട്ടെന്ന്. ഇത് പൂച്ചയുടെ ശബ്ദമല്ലേ? എവിടെ? ആ, നീ അവിടെ ഇരുന്ന് സുഖിക്കുകയാണല്ലേ. ഞാനൊന്ന് മേലോട്ട് വരട്ടെ, കാണിച്ചു തരാട്ടോ നിനക്ക്.
ഇതാരായി രാത്രി മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ഹലോ, ദിസ് ഈസ് ഫയർ ഫോഴ്സ്. ഹലോ, ഇതേ ഉണ്ണിക്കുട്ടന. മറ്റേ ചുവന്ന വണ്ടിയില് മുകളില് ചുവന്ന ലൈറ്റ് കത്തിക്കണ വണ്ടി ഓടിക്കണ മാമനല്ലേ ഇത്? അതെയല്ലോ. മോൻ ആരാ? എവിടുന്നാ വിളിക്കുന്നേ? എന്താ പറ്റി? ആ, അതെ മാമ, എന്റെ അച്ഛനെ കിണറ്റിൽ വീണു. ഒന്ന് എടുത്തു തരോ? വാട്ട്? അച്ഛൻ കിണറ്റിൽ വീണെന്നോ? മോൻ എവിടുന്നാ വിളിക്കുന്നേ മോൻ? ഞാനോ? ഞാൻ എന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നേ. അതല്ല മോനെ, മോന്റെ വീട് എവിടെയാ? എന്റെ വീട് ഞാൻ ഇപ്പൊ നിക്കുന്ന വീട്. ഓ, എന്നെ അങ്ങ് കൊല്ല്. മോന്റെ അടുത്തേ വലിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫോണൊന്ന് കൊടുത്തേ. മോനെ കണ്ണ നോക്കടാ, നിന്റെ അച്ഛൻ താഴെ കിണറ്റില്. ഓ, നിന്റെ വല്യമ്മേ, അമ്മേ, ഇങ്ങനെ കിടന്ന് കരയാതെ നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. അച്ഛാ, ഹാപ്പി അല്ലേ? ഓ, നിന്റെ തന്ത ഞാനായിപ്പോയി. ഇല്ലെങ്കിൽ നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചേനെ. വല്യമ്മ പേടിക്കണ്ട, എനിക്ക് തോന്നുന്നത് അച്ഛൻ അവിടെ ഓക്കെ ആണെന്നാ. സോ ഡോണ്ട് വറി, ഓക്കെ? ചേട്ടാ, ചേട്ടൻ നിന്റെ തന്ത. എടാ മെനകെട്ടവനെ, ഞാനങ്ങോട്ടും മേലോട്ട് വന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ. ഓ സോറി ഡാഡ്, നിന്റെ തന്തയും എന്റെ തന്തയും ഒന്നാണല്ലോ. സോ ഹലോ. ഇത് ഫയർഫോഴ്സിന്നാ. ഓ, ഇപ്പൊ ഫയർഫോഴ്സ് ഒക്കെ അപകടങ്ങൾ അറിഞ്ഞു വിളിക്കാൻ തുടങ്ങി. ഓ, ആ പൊടിക്കൊച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാ. ആ അഡ്രസ് ഒന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് ആ പുള്ളിനെ രക്ഷിച്ചു തരായിരുന്നു. ഒരു മാനേഴ്സ് ഇല്ലാത്ത ഫയർഫോഴ്സ്. ഓക്കെ, അഡ്രസ് എഴുതിയെടുത്തോളൂ. കണ്ണൻ ഹൗസ്, തെങ്ങുംതോപ്പ്. കണ്ണൻ ഹൗസ്, തെങ്ങുംതോപ്പ്. ഓക്കെ, നെക്സ്റ്റോ? ഇതാ എന്റെ അഡ്രസ്. ഇതാണോ അഡ്രസ്? ഇതല്ലടോ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും. ഡീറ്റെയിൽ ആയിട്ടോ? എടോ, തനിക്ക് എന്റെ അഡ്രസ് അല്ലേ വേണ്ടത്? ഞാൻ അതാ തന്നത്. ഓ, ഇവനെയൊക്കെ ഏത് നേരത്താണോ എന്തോ. അതെ മോനെ, നിന്റെ അടുത്ത് നിന്റെ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കൂ. ഓഫ് കോഴ്സ് ഞാൻ കൊടുക്കാം. മോം, ഇതാ അവര് വിളിക്കുന്നു. ഹലോ, ആരാ? ഹലോ മാം, ഞങ്ങൾ ഫയർഫോഴ്സിന്നാ. ആ അഡ്രസ് ഒന്ന് പറഞ്ഞു തന്നെങ്കിൽ ഞങ്ങളും കൂടെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു. അതെയോ? ആ, എഴുതിക്കോ. ആ ഓക്കെ മാം, ഒരു 10 മിനിറ്റ്സ്, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്താം. എക്സ്ക്യൂസ് മീ, ഇവിടെയല്ലേ ഒരാള് കിണറ്റി വീണെന്ന് പറഞ്ഞത്? ആ അതെ, നിങ്ങൾ ആരാ? ഓ, ബൈ ദ ബൈ, എന്റെ പേര് ആദി, ഞാൻ ഫയർഫോഴ്സിന്നാണ്. ഫയർഫോഴ്സിന്നോ? അല്ല, ഈ ഫയർഫോഴ്സ് എന്നൊക്കെ പറയുമ്പോ മറ്റേ വണ്ടിയിലല്ലേ വരുന്നേ? ആ അത് തന്നെയാ. ആ അല്ല, അപ്പോ വണ്ടി എവിടെ? വണ്ടിയോ? വണ്ടി by the by, may I know your name? മഹാദേവ്. ആ മിസ്റ്റർ മഹാദേവ്, എനിക്ക് വർക്കിനോട് കുറച്ച് സിൻസിയറിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് വണ്ടി എടുക്കാൻ മറന്നു.
നല്ല ബെസ്റ്റ് ഫയർഫോഴ്സ്. നിങ്ങളാരും പേടിക്കണ്ട, വഴിയുണ്ട്. ഹലോ, അരെ ബാബു. ആ ക്യാസേട്ടാ. ആ അവിടെ ഇരിക്കുന്ന വണ്ടിയായിട്ട് ഞാൻ അയച്ച ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് വന്നേ. ശരി ചേട്ടാ. ബംഗാളിയോ? ബംഗാളി ഇപ്പൊ ഫയർഫോഴ്സ് എടുക്കാൻ തുടങ്ങിയോ? എന്ത് ചെയ്യാനാ ചേട്ടാ, സോറി ചേട്ടാ. ഈ കാലത്ത് PSC പരീക്ഷ എഴുതി ആരും ജയിക്കുന്നില്ലല്ലോ. ഒരുപാട് വേക്കൻസികളുടെ ഒഴിവായി കിടക്കുക. അതുകൊണ്ട് 2 മാസത്തേക്ക് റെന്റിനെടുത്തതാ. ആ അതല്ല അവിടെ നിക്കട്ടെ. പുള്ളിക്കാരൻ എവിടെയാ? ആ അവൻ കിണറ്റിലുണ്ട്. എന്ത്, ഇപ്പഴും കിണറ്റിലോ? എന്റെ ദൈവമേ, ആള് വടിയായി കാണുമോ എന്തോ. പേടിക്കൊന്നും വേണ്ട, ആള് കഴുത്ത് വരെ വെള്ളമുള്ളൂ. അതുകൊണ്ട് ആള് സേഫാണ്. ഹൗ, രക്ഷപ്പെട്ടു. ഞാനൊന്ന് നോക്കട്ടെ. അല്ല ചേട്ടാ, ചേട്ടന്റെ അനിയൻ കിണറ്റി വീണെന്നല്ലേ പറഞ്ഞേ? പക്ഷേ ഞാനൊന്നും കണ്ടില്ലല്ലോ അവിടെ. കണ്ടില്ലെന്നോ? അയ്യോ, എന്റെ ഹരിയേട്ടൻ പോയേ. ഹരിയേട്ടാ, നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാൻ ഹരിയേട്ടാ? ഓ, എന്റെ മീനുട്ടി ഒന്ന് മിണ്ടായിരിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. അതെ സാറേ, എന്താ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. അതാ എന്റെ അനിയൻ ഹരി. ഓ അതായിരുന്നല്ലേ. ഞാൻ പെട്ടെന്ന് ഏതോ ചുരുത്തവളയാണെന്ന് വിചാരിച്ചു. ബൈ മിസ്റ്റേക്ക്. കുഴപ്പമില്ല, നമുക്കിത് എടുക്കാന്നുള്ളതേ ഉള്ളൂ. നല്ല കട്ടിയുള്ള കുറച്ച് കയറ് കിട്ടിയാൽ മതി. കട്ടിയുള്ള കയറ് പിന്നാമ്പുറത്തിരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. നീരാടുവാൻ കിണറ്റിൽ നീരാടുവാൻ, നീരാടുവാൻ കിണറ്റിൽ നീരാടുവാൻ. നീ എന്തേ വൈകി വന്നു എന്റെ മീനുവേ? നീ എന്തേ വൈകി വന്നു എന്റെ മീനുവേ? നീരാടുവാൻ കിണറ്റിൽ നീരാടുവാൻ. ഞാമേ പേടിക്കണ്ട, ഞാൻ മീനുമല്ല, ആദിയ. കുറച്ച് ലേറ്റായി, സോറി. അല്ല, ആരാ മനസ്സിലായില്ല? ഞാൻ ഫയർഫോഴ്സാ. എന്റെ പേര് ആദി. ഞാൻ തന്നെ മേലോട്ട് എടുക്കാൻ വന്നതാ. കേറി പോര്. ആ അതെ, പോണ വഴിക്ക് ആ മേളിരിക്കുന്ന പൂച്ചയെ കൊണ്ടൊന്ന് പിക്കപ്പ് ചെയ്തേക്കേ. ഹരിയേട്ടാ, ഹരിയേട്ടാ, ഞാൻ എന്തോരം മിസ് ചെയ്തെന്നറിയോ? ഹരി, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേടാ? ഏയ് കുഴപ്പമൊന്നുമില്ല അല്ലേട്ടാ. ഹലോ ഡാഡ്, ആർ യു ഓക്കേ? മലയാളത്തിൽ സംസാരിക്കടാ. ആച്ച കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വേണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഓക്കെ ആയല്ലോ അല്ലേ? ആ ഓക്കെ ആയി. ആൻഡ് താങ്ക്സ് ഉണ്ട് കേട്ടോ.
താങ്ക്സോ? എന്തിന്? ഇതൊക്കെ എന്റെ കടമയല്ലേ. ആൻഡ് ബൈ ദ ബൈ, ഞാൻ പോകുന്നു. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. ആൻഡ് ഉണ്ണിക്കുട്ടാ, ബൈ കേട്ടോ. എന്റെ ഹരിയേട്ടാ, എന്നെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ പൂച്ചയുടെ പിറകെ ഇങ്ങനെ പോവാൻ? നിനക്കങ്ങനെയൊക്കെ പറയാം. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയാവൂ. ഇനി ഞാൻ എന്ത് ചെയ്യോ ആവോ. മീനൂട്ടിയെ, എന്റെ വയറിന് വല്ലാത്തൊരിളക്കം. ഞാനിപ്പോ വരാവേ. അയ്യോ, എനിക്ക് വയ്യേ. ദേവേട്ടാ, എന്നെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാ ദേവേട്ടാ. എനിക്കിനി വയ്യ. അയ്യോ അമ്മേ. അതെ, ഈ ഹരിദേവിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും? ആ ഡോക്ടർ, ഞങ്ങളാ. അവൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കിണറ്റിലെന്തോ വീണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ വീണ സമയത്ത് പൂച്ചയുടെ മുടി ഉള്ളി പോയിട്ടുണ്ട്. അതായിരുന്നു ആ ലൂസ് മോഷന് കാരണം. പിന്നെ ഞങ്ങൾ വയറ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മരുന്ന് ഒരു 3 ദിവസം കൊടുക്കണം. അത് കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ വന്നാൽ മതി. മെഡിസിൻസ് ഒക്കെ ഇവിടുത്തെ ഫാർമസിയിലുണ്ടാവും. ഓ, താങ്ക് യു ഡോക്ടർ. ആ ദേവേട്ടാ, ഹരിയേട്ടനും കൂടെ പോയി മെഡിസിൻസ് വാങ്ങിച്ചിട്ട് വാ. ഉണ്ണിക്കുട്ടനും കണ്ണനും വീട്ടിലോട്ടേക്കാ. അതുകൊണ്ട് ഞാനും മീനൂട്ടി ഒന്ന് പോവാ. ആ ശരി പാറു, എന്നാ നിങ്ങൾ പോയിക്കോ. ഓട്ടോ താഴെ നിൽപ്പുണ്ട് കേട്ടോ. ശരി വലിയേട്ടാ. ഹരിയേട്ടാ, സൂക്ഷിക്കണേ. ഹരി, നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ ഇരിക്കെ, ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. ആ ശരി ദേവേട്ടാ. ഏട്ടത്തിയേ, എനിക്കൊരു ഗ്ലാസ് ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊണ്ടുപോവാ ഏട്ടത്തി. ദാ ഹരി. മോനെ ഹരി, ആ മനുവിനോടുള്ള വാശി അത് നീ അങ്ങ് മാറ്റി വെച്ചേക്ക്. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിൽ പോയി തലയിട്ട്? ദേ ഇപ്പൊ കണ്ടില്ലേ, നീ അല്ലേ കടന്ന് അനുഭവിക്കുന്നേ. സോറി ഏട്ടത്തി, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഓക്കെ. അല്ല, ആ കിങ്ങിണി പൂച്ചക്കുട്ടി അതെവിടെ? ആ, അത് പിന്നാമ്പുറത്തുണ്ട്. നിന്നെ പേടിച്ച് ഇപ്പൊ അതിങ്ങോട്ടൊന്നും വരുന്നില്ല. പിന്നാമ്പുറത്ത് എന്നെയാ നിക്കുന്നെ. ആ ദേ ഏട്ടൻ വരുന്നുണ്ട്. ആ ഹരി, ഇപ്പൊ എങ്ങനെയുണ്ടടാ? ആ കുഴപ്പമില്ല ഏട്ടാ. ആ പിന്നെ മോനൂട്ടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷോ, ഇതൊക്കെ എന്തിനാ വെറുതെ പറയാൻ പോയത്? അല്ല, അവൻ മരുന്നതിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞ ഏട്ടാ? അവനല്ലേ ആള്, അവന് ജോലിയല്ലേ പ്രധാനം. ഇപ്പൊ തന്നെ വരും.
ഇതാരാ ഈ നേരത്ത്? കൊച്ചിച്ചാ, മോനോട്ടാ, ദാ. മോനോട്ടാ, നീ ആളാകെ അങ്ങ് മാറിപ്പോയില്ലാടാ. കുഞ്ഞൂസ്, how are you? So, where is my dad and mom? അച്ഛാ. അല്ല, അമ്മ എവിടെ? അമ്മ. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ പോയോ അതുപോലെ തന്നെ, ഒരു മാറ്റവും രണ്ടെണ്ണത്തിന്. എവിടെ എന്റെ ഉണ്ണിക്കുട്ടനും കണ്ണനൊക്കെ എവിടെ? മോൻചേട്ടാ, മോൻചേട്ടാ, എനിക്ക് മറ്റേ മഞ്ഞ മാന്തി അത് കൊണ്ടുവന്നോ ആ വണ്ടി? പിന്നെ എല്ലാം ദേ പെട്ടിക്കകത്തുണ്ട്, നമുക്ക് രാത്രി പൊട്ടിക്കാം. ഓക്കേ? ഹേ ബ്രോ, ഡാ കണ്ണ. ബ്രോ, ഞാൻ പറഞ്ഞ ഐറ്റം അത് കൊണ്ടുവന്നോ? എല്ലാം പെട്ടിയിലുണ്ട്, രാത്രി എല്ലാം സെറ്റാക്കാം. ഓക്കെ? ഇതെന്താ രണ്ടുപേരും കൂടെ നിന്ന് ഇങ്ങനെ പിറുപിറുക്കുന്നേ? എന്താടാ കണ്ണാ? Nothing, mom. We are just talking. Am I right? ഡാ മെനകെട്ടവനെ, നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ കോണച്ച ഇംഗ്ലീഷും കൊണ്ട് ഇവിടെ വരരുതെന്ന്. അതെങ്ങനെയാ? കണ്ട അമേരിക്കയും ബ്രിട്ടീഷും കണ്ടും കൊണ്ട് ഇരിക്കും 24 മണിക്കൂറും. അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ്? നോ, ഇറ്റ്സ് ഓൺലി നെറ്റ്ഫ്ലിക്സ്. ദേ മോനൂട്ടാ, നീയാണ് ഇവനെ വഷളാക്കുന്നത് കേട്ടോ. ഷോ, എന്റെ പൊന്നു വെച്ചാ ഇതൊക്കെ ഒരു സന്തോഷം. അതെ, ഇവിടെ നിന്ന് സംസാരിച്ചതൊക്കെ മതി. നിങ്ങൾ അകത്തോട്ട് കയറ്. മോനോട്ടാ, പോയി കുളിച്ചിട്ട് വാ, അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. ആ, അത് ശരിയാ. എത്ര നാളായി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട്. ആ, നിങ്ങൾ രണ്ടും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ?
എന്താടാ, എന്താ കാര്യം? അപ്പുറത്തെ മനിമാമനെ പോലീസ് പൊക്കി. എന്താന്ന്? ആ, അപ്പുറത്തെ മനു ഇല്ലേ, ആ മാവനെ പോലീസ് പൊക്കിന്ന്. എന്തൊക്കെയോ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയ 2 നില വീടും പിന്നെ എന്തോ സ്ഥലം വാങ്ങിച്ചതും കാറ് വാങ്ങിച്ചതും ഇതൊക്കെ ആരോ കൊണ്ട് പരാതി കൊടുത്തതാ. ഇൻവെസ്റ്റിഗേഷന് പോലീസ് വന്നപ്പോ സംഭവമല്ല സത്യമാണെന്ന് അറിഞ്ഞു. പിന്നെ എന്താ, പോലീസ് വന്നു പൊക്കി. പിന്നെ അത് മാത്രല്ല കേട്ടോ, വീട്ടിന്റെ മുകളിലെ കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. അതെന്തായാലും നന്നായി. അല്ലെങ്കിലും മനുവേട്ടിന് കുറച്ച് അഹങ്കാരം കൂടുതലാ. ഇങ്ങനെ തന്നെ വേണം. ഷേ, അങ്ങനെയൊന്നും പറയില്ലേ മീനുട്ടി. എന്തായാലും മനുഷ്യന്റെ ഒരവസ്ഥ ഇത്രയൊക്കെ ഉള്ളൂ. ആ, ഇതാര്? കിങ്ങിണി പൂച്ചയോ? ആ, കിങ്ങിണി പൂച്ച എങ്ങോട്ട് വാടി. അല്ല, അതിന്റെ കഴുത്തിലൊരു തകിടുണ്ടായിരുന്നല്ലോ, അതെവിടെ? ആ, അത് പിന്നെ കൊച്ചിച്ചാ, ഇന്ന് രാവിലെ ഞാൻ ജോഗിങ് ഇറങ്ങിയപ്പോഴേ ഇത് വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചേ, ഈ പൂച്ചയ്ക്ക് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ. ഞാൻ പിന്നെ പിടിച്ചൊന്ന് നോക്കിയായിരുന്നു. അപ്പോഴാ കഴുത്തിലൊരു തകിട് കിടക്കുന്ന കണ്ടേ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ അതിന്റെ അടുത്തങ്ങ് അപ്പുറത്തെ പറമ്പിലേക്ക് അങ്ങ് ഇട്ടു. നീ അപ്പുറത്തെ പറമ്പിലാണോ ഇട്ടേ? ആ, ഇന്ന് രാവിലെയോ? ആ, ഇന്ന് രാവിലെ. ആ, പിന്നെ അത് കിണറ്റിലെങ്ങാണ്ടോ ആണെന്ന് തോന്നുന്നു വീണത്. ഞാനെടുത്ത് എറിഞ്ഞപ്പോ വെള്ളത്തിൽ വീണ ഒരു ശബ്ദം കേട്ടായിരുന്നു. മോനുട്ടാ, നീ എന്താടാ ഇത്ര വൈകി വന്നേ? ആ, അല്ല, ഇതാര്? രാഘവൻ ചേട്ടനോ? എന്താ ചേട്ടാ ഇതുവഴി? ആ, എല്ലാരും ഇവിടെ നിപ്പുണ്ടായിരുന്നു. അതെ, ഹരിക്കൊരു പോസ്റ്റ് ഉണ്ട്. എനിക്കോ? ആ, അതെ മോനെ, ഇതാ വന്നൊന്ന് സൈൻ ചെയ്. ആ, ശരി. അപ്പൊ ശരി ദേവാ, ഞാൻ പോയിട്ട് വരാവേ. ആ, ശരി രാഘവേട്ടാ. എന്താടാ, എന്താ അത്? നോക്കട്ടെ ഹരിയേട്ടാ. വാട്ട്? എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതെന്താ ഒരുമാതിരി ലേഖ അടുപ്പിക്കണം? ഇങ്ങോട്ട് ആവശ്യമാണ്, ഞാൻ നോക്കട്ടെ. വാട്ട്? ഇത് കൊള്ളാലോ. എന്താ മോനട്ടാ, എന്താ അത്? അമ്മ, അച്ഛ, കുഞ്ഞുസേ, ഹരികൊച്ചിന് ജോലി കിട്ടി. അപ്പോയിന്റ്മെന്റ് ലെറ്ററാ. നടക്കടാ അങ്ങോട്ട്. എന്റെ പൊന്ന് സാറേ, ഞാൻ നടക്കുവല്ലേ, അല്ലാണ്ട് കിടക്കുവല്ലോ. അല്ല സാറേ, ഒരു ഡൗട്ട്. പോലീസ് ജീപ്പിൽ AC ഉണ്ടോ? എനിക്ക് AC ഇല്ലാണ്ട് പറ്റത്തില്ല കേട്ടോ. AC അല്ലടാ, നിനക്ക് വേറെ വല്ലതും കൂടെ ഞാൻ ഉണ്ടാക്കി തരാം. ഷോ, സാറിന്റെ ഒരു കാര്യം, എന്താ സ്നേഹം. ശത്രുവിന്റെ പതനം അത് ഉറപ്പാ.